എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ബീട്രൂട്ട് ചമ്മന്തിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ചമ്മന്തി എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ 7 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, 8 ഉണക്കമുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും വളരെ കുറച്ച് പുളിയുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിൽ ഞാൻ ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്, അത് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം. ആദ്യം നമുക്ക് ഈ ഉണക്കമുളകൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരും. ഇപ്പോൾ ഇത് ഏകദേശം നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെയാണ് ബീട്രൂട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ പാൻ ആദ്യം നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത ശേഷം അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട് അടച്ച് വെച്ചിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ബീട്രൂട്ട് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ചിരുന്ന ഉണക്കമുളകാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ മുളകൊന്ന് ചതച്ചെടുത്ത ശേഷമാണ് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത്. ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. 6 ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തതാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1 തണ്ട് കറിവേപ്പിലയും വളരെ കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. പുളിയുടെ അളവ് കൂടരുത്, വളരെ കുറച്ച് മതിയാകും. അടുത്തതായിട്ട് നമുക്ക് നേരത്തെ വഴറ്റിയെടുത്ത് വെച്ചിരുന്ന ബീട്രൂട്ടാണ് ചേർക്കേണ്ടത്. ചൂടാറിയ ശേഷം വേണം കേട്ടോ ഇത് ചേർക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് തേങ്ങയാണ്. ഞാനിപ്പോൾ 7 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങ ചേർക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇനി ബീട്രൂട്ട് വാങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ ഒരു ചെറിയ ബീട്രൂട്ടും കുറച്ച് തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ എല്ലാം കൂടി നമ്മുടെ ചമ്മന്തിയുടെ പരുവത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് തന്നെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണല്ലേ. അതുപോലെ തന്നെ ടേസ്റ്റും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്